മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് ഈ സംഭവം. 10ാം ക്ലാസ് പരീക്ഷയ്ക്കിടെ സ്കൂളിലെ ശുചിമുറിയിലാണ് ഒരു ആൺകുഞ്ഞിന് ആ പെൺകുട്ടി ജന്മം നൽകിയത്. പരിചയമുള്ള ഒരു യുവാവ് മാസങ്ങളോളം അവളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ അവൾ പറയുന്നു. കുട്ടിയുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ വൈദ്യപരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനുമിടെയാണ് പെൺകുട്ടി ഈ ഞെട്ടിക്കുന്ന പീഡന വിവരം വെളിപ്പെടുത്തിയത്. അതുവരെ ആ വീട്ടുകാർക്കോ ആ സ്കൂൾ അധികൃതർക്കോ ഒരു തരത്തിലും അവൾ ഗർഭിണിയാണ് എന്നുള്ള വിവരം പോലും ഉണ്ടായിരുന്നില്ല. 2024 ഗർഭാഘോഷങ്ങൾക്കിടെയാണ് ഈ പെൺകുട്ടി ഈ യുവാവിനെ പരിചയപ്പെടുന്നത്. അവളുടെ പിതാവിൻ്റെ തന്നെ ഫോൺ ഉപയോഗിച്ചായിരുന്നു ആ യുവാവുമായി അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ആ യുവാവ് പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. ഇത് നിരസിച്ചതിന് പിന്നാലെ യുവാവ് നിർബന്ധിച്ച് ഒരു വാടക മുറിയിൽ എത്തിച്ചു. അവിടെ വെച്ച് ആദ്യമായി അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. അങ്ങനെയാണ് പെൺകുട്ടി പറഞ്ഞത്. വിവരം പുറത്തു പറഞ്ഞാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു ഭീഷണിയുമൊക്കെ ആ യുവാവ് നൽകിയിരുന്നു. അന്ന് അതാദ്യമായിരുന്നുവെങ്കിൽ പിന്നീട് പലവട്ടം പെൺകുട്ടിയെ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അയാൾ പീഡനം തുടർന്നു. പേടികൊണ്ടാണ്, ഭയം കാരണമാണ് ഗർഭിണിയായിട്ടുള്ള വിവരം മറച്ചു വെച്ചതെന്നും ഈ പീഡനത്തിന്റെ കാര്യം വീട്ടുകാരെ അറിയിക്കാത്തതെന്നും ആ പെൺകുട്ടി പറയുന്നു. ഏതാണ്ട് 1 വർഷക്കാലമായി ഈ പെൺകുട്ടി യുവാവുമായി ശാരീരിക ബന്ധം അത് പുലർത്തിയിരുന്നു എന്നാണ് പോലീസും പറയുന്നത്. सूचना प्राप्त होने पर मेरे द्वारा पीड़िता से पूछताछ की गई, जिसने बताया कि आरोपी कान्हा बर्मन करके है, जिसके संपर्क में वो करीबन 2 साल से थी और उसके द्वारा पिछले 1 वर्ष से बार शारीरिक संबंध बनाकर गलत काम किया जा रहा था और जिसके कारण वो गर्भवती हो गई थी. पीड़िता ने ये बात अपने परिवारजन में किसी को भी नहीं बताई थी और आज जब ये घटना सामने आई तो उसने घटना के बाद अपने माता पिता को बताई है. उक्त घटना थाना क्षेत्र जीवन ज्योति बेटमा का है और मेरे द्वारा उसे अपराध पंजीबद्ध करके वहाँ पे ट्रांसफर किया जा रहा है. ആ 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി എത്തിയ പെൺകുട്ടി ശുചിമുറിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പോയതാണ്. ശുചിമുറിയിൽ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ ഒരു പരിശോധനയിലാണ് അവിടെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയ വിവരം അവർ അറിയുന്നത്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് അവൾ ശുചിമുറിയിലേക്ക് എന്ന് പറഞ്ഞ് ആ പരീക്ഷാ ഹാളിൽ നിന്നിറങ്ങിയത്. എന്തായാലും ആ കുഞ്ഞിനെയും ആ പെൺകുട്ടിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെൺകുട്ടിയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രണ്ടുപേരും ഒബ്സർവേഷനിലാണ്. अभी 2 बजे समथिंग 108 से एक नाबालिग कन्या को लाया गया था, जिसका शायद डिलीवरी बता रहे हैं कि स्कूल में ही हो गई थी. वो बोर्ड एग्जाम देने गई थी. अभी उसकी डिलीवरी शायद नहीं हो गई थी, सब कुछ हो गया था. हमारे पास तो बच्चा और जच्चा दोनों आए थे. डिलीवरी नहीं हुई थी, मतलब प्लेसेंटा सब वहीं आउट हो गई थी. अभी बच्चा और जच्चा दोनों स्वस्थ हैं और उनका ऑब्जर्वेशन में रखा है. कल पीडियाट्रिशियन और आएंगे तो हम बैठ के व्यवस्थित और गाइनिक ओपिनियन लेकर आपको ब्रीफिंग कर देंगे. ഈ വിദ്യാർത്ഥിനിയുടെ പരാതി എന്താണെങ്കിലും പോലീസ് അത് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയുമാണ്. എന്താണെങ്കിലും ആ പെൺകുട്ടിയുടെ തന്നെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ച് അത്തരത്തിൽ എത്തിയ ഒരു സംഭവമാണ് അത്. ഒരു തരത്തിലും ആ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെയായിരുന്നു, ഏത് തരത്തിലാണ് അവൾ അതിനെ ഉപയോഗിച്ചിരുന്നത് എന്ന് ആ മാതാപിതാക്കൾക്ക് ഒരു തരത്തിലും വ്യക്തത ഇല്ലാതെയുമായിപ്പോയി. നമ്മൾ മടങ്ങിയെത്തും ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.